ബൽറാം, ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകില്ല, നാളെയും വാദം തുടരുമെന്നുള്ള പശ്ചാത്തലത്തിലാണ്. പക്ഷേ നിലവിലെ വാദങ്ങൾ വെച്ച് കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായും തിരിച്ചടി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. കാരണം സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളാണ് അങ്ങനെയാണ്. ഭൂതകാലം മാറ്റിയെഴുതാനാകില്ലെന്ന് സുപ്രീം കോടതി പറയുന്നു. ഒപ്പം 100-200 കൊല്ലം മുമ്പ് വഖഫായി പ്രഖ്യാപിച്ച സ്വത്ത് ഏറ്റെടുത്ത് വഖഫല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് കോടതി ചോദിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ വലിയ ആത്മവിശ്വാസത്തോടെയാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. പക്ഷേ സുപ്രീം കോടതി തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവർ പതറുന്നുണ്ടോ? അവർ ഇനി എങ്ങനെയായിരിക്കും നാളത്തെ വാദങ്ങൾ നിരത്തുക? ബൽറാം, ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഹർജിക്കാരും പൂർണ്ണമായി ഈ നിയമം റദ്ദാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല. മറിച്ച് ഈ പുതിയ നിയമത്തിൽ ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ചില വിഷയങ്ങളിലാണ് ഈ ഹർജിക്കാർ ആശങ്ക പ്രകടിപ്പിച്ചത്. അതിൽ ഒന്ന്, കളക്ടർമാർക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. സുപ്രീം കോടതി ഈ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. അത്തരത്തിൽ ഈ തർക്കമുണ്ടാകുന്ന വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് തീരുമാനമെടുക്കാൻ അധികാരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത് ആ ഒരു തീരുമാനം എന്നുള്ളത് സർക്കാരിന് അനുകൂലമായി മാറില്ലേ എന്നുള്ളതാണ് സുപ്രീം കോടതി ഉന്നയിച്ച ഒരു ചോദ്യം എന്നുള്ളത്. ഒപ്പം തന്നെ യാണ് ഈ വഖഫ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട രേഖകളുടെ കാര്യത്തിലും ഉയർന്നു വന്ന ആശങ്ക. ഇക്കാര്യത്തിൽ പ്രധാനമായും ഹർജിക്കാർ കപിൽ സിബൽ, ആദ്യമായി ഈ ഹർജികളിൽ വാദം ഉന്നയിച്ച കപിൽ സിബൽ മുതലുള്ള എല്ലാ ഹർജിക്കാരും ഉന്നയിച്ച ഒരു വാദമായിരുന്നു ഈ രേഖകൾ അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച്. അതിൽ പ്രധാനമായും ഈ പതിറ്റാണ്ടുകൾക്കോ നൂറ്റാണ്ടുകൾക്കോ മുമ്പോ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ രേഖകൾ അത് ഹാജരാക്കുന്നതിലെ പ്രായോഗികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് സുപ്രീം കോടതിയും 100-200 വർഷം മുമ്പ് വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ അത് ഏറ്റെടുത്ത് വഖഫ് അല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും സർക്കാരിന് എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഉന്നയിച്ച മറ്റൊരു ചോദ്യം എന്നുള്ളത്. ഭൂതകാലം മാറ്റിയെഴുതാൻ ആകില്ല എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിരീക്ഷണം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വഖഫ് ബോർഡുകളിൽ അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള ആശങ്കയും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിൽ 2 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെ പരമാവധി 2 പേർ മുസ്ലിങ്ങളായിരിക്കില്ല എന്ന് ഉറപ്പു നൽകാനാകുമോ എന്നാണ് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം എന്നുള്ളത്. ഈ വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാം എന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഒപ്പമാണ് മുസ്ലിങ്ങളെ ഹിന്ദു എൻഡോമെന്റ് ബോർഡുകളിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ എന്ന ചോദ്യവും കേന്ദ്രത്തിന് മുന്നിൽ സുപ്രീം കോടതി വെച്ചിരിക്കുകയാണ്. ഒപ്പമാണ് ഈ കോടതി വിധികൾ സംബന്ധിച്ച് അവ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്നും മറിച്ച് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടത്താൻ മാത്രമാണ് സർക്കാരുകൾക്ക് പാർലമെന്റിന് അധികാരമുള്ളത് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കൾ സംബന്ധിച്ച് അവ പുതിയ നിയമം അനുസരിച്ച് അസാധുവാകുമോ എന്ന ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചു. അതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫ് സ്വത്തുക്കളാണെങ്കിൽ അത് അസാധുവാകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വഖഫ് രജിസ്ട്രേഷൻ എല്ലായ്പ്പോഴും നിർബന്ധമായിരുന്നുവെന്നും നേരത്തെയും ഉള്ള 1995 നിയമത്തിലും ഈ വഖഫ് സ്വത്തുക്കൾ അത് രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമായിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷം വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് ഈ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എന്നും ഇതിനായി ഒരു സംയുക്ത പാർലമെന്ററി സമിതി പരിശോധിക്കുകയും 38 സിറ്റിംഗുകൾ നടത്തുകയും കൂടാതെ 98.2 ലക്ഷം നിവേദനങ്ങൾ പരിശോധിച്ച് അവയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും കൂടാതെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇത് ചർച്ച ചെയ്താണ് പാസാക്കിയത് എന്നുമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ നിലപാട് അറിയിച്ചത്. അതേസമയം ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വഖഫ് സ്വത്തുക്കൾ അത് ഡീനോട്ടിഫൈ ചെയ്യരുത് എന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. അതായത് വഖഫ് ആയ സ്വത്തുക്കൾ വഖഫ് അല്ലാതാക്കരുത് എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.